കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഉടുപ്പി ബ്രാഹ്മണ കുടുംബത്തിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് മാലിന്യം ഒഴുകുന്നത് കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സമീപത്തെ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം. ഇപ്പോൾ കർമ്മ ന്യൂസ് വാർത്തയെ തുടർന്ന് ഹോട്ടൽ അധികൃതർ പ്രദേശം വൃത്തിയാക്കി, കാടുകൾ വെട്ടിത്തെളിച്ചു. തങ്ങളല്ല മാലിന്യം ഒഴുക്കുന്നതെന്നും കോർപ്പറേഷന്റെ ഓടയിൽ നിന്നാണ് ബ്രാഹ്മൺസിന്റെ വീട്ടിലേക്ക് മാലിന്യം ഒഴുകുന്നതെന്നും ഹോട്ടൽ അധികാരികൾ വ്യക്തമാക്കുകയാണ്. ഇപ്പോഴും ഉടുപ്പി ബ്രാഹ്മണ കുടുംബത്തിന്റെ വീട്ടിലൂടെ തന്നെ മലിനജലം ഒഴുകുകയാണ്. കൊല്ലം കോർപ്പറേഷൻ ആകട്ടെ നടപടി ഒന്നും തന്നെ എടുത്തിട്ടില്ല. കൊല്ലത്ത് നിന്നും രാമഭദ്രന്റെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം ഉടുപ്പി ബ്രാഹ്മിൺസിൻ്റെ വീട്ടിലേക്ക് മലിനജലം ഒഴുകുന്നതായിട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത നമ്മുടെ കർമ്മ ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്ന് ഹോട്ടൽ മുതലാളിമാർ നമ്മളോട് പറയുന്നത് അവരുടെ പ്രദേശത്തുള്ള മാലിന്യമല്ല ഇതുവഴി വരുന്നത്. ഇവിടെ അവർ കാടുകൾ അതിനനുസരിച്ച് വെട്ടിത്തെളിക്കുകയും അതിന് വേണ്ട നടപടികളെല്ലാം അവർ ചെയ്തിരുന്നു. പക്ഷേ മാലിന്യം ഒഴുകുന്നത് അവരുടെ ഹോട്ടലിലെ മാലിന്യമല്ല എന്നാണ് ഹോട്ടൽ മുതലാളിമാർ നമ്മളോട് സംസാരിച്ചത്. പക്ഷേ ഇവിടെ മറ്റ് മാലിന്യങ്ങൾ, ഈ വരുന്ന മാലിന്യങ്ങൾ ഇവിടെ റെസ്റ്റ് ഹൗസിൻ്റെയും വനം വകുപ്പിൻ്റെയൊക്കെ ഓഫീസിൽ നിന്നും വരുന്ന മലിനജലമാണ്. ഇതിന് പരിഹാരം കാണേണ്ടത് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാണ്. ഇതുവരെയായിട്ടും മലിനജലത്തിനൊരു പരിഹാരം ഇതുവരെയും കണ്ടിട്ടില്ല. എഞ്ചിനീയറും മറ്റുള്ളവരും കൗൺസിലറും ഒക്കെ വന്ന് കണ്ടിട്ട് പോയെങ്കിലും ഇപ്പോൾ ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രദേശത്തുള്ള ഹിന്ദു ഭൂരിപക്ഷ മേഖലയിലെല്ലാം ഉള്ളവർ പലരുടെയും വീടുകളിൽ ഇത്തരം മലിനജലം കയറുകയും അവർക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പാമ്പിനെ വരെയൊക്കെ പേടിച്ച് കയറിയിരിക്കേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം വന്ന് കൗൺസിൽ നമ്മൾ അറിഞ്ഞിടത്തോളം ഈ പ്രദേശവാസികൾ പറയുന്നത് ഇവിടെല്ലാം ഹിന്ദു ഭൂരിപക്ഷ മേഖല ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതിനൊരു ഉടനടി പരിഹാരം കാണാത്തതെന്നാണ്. കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടാണ് ഈ പരിസരവാസികളും പ്രദേശവാസികളും പറയുന്നത്. എന്തായാലും ഒരു ഭാഗികമായിട്ടുള്ളൊരു പരിഹാരം ഹോട്ടലിൻ്റെ ഭാഗത്തു നിന്നുള്ളവരെല്ലാ കാര്യങ്ങളും ചെയ്ത് കാട് വെട്ടിത്തെളിക്കുകയും ഒക്കെ ചെയ്ത് അവരെ കൺസ്ട്രക്ഷൻ മാലിന്യം മാത്രമാണ് ഇവിടെ കൺസ്ട്രക്ഷൻ വേസ്റ്റ് ആണ് ഇവിടെ കൊണ്ടിടുന്നത്. മറ്റുള്ള ഫുഡ് മാലിന്യം ഒന്നും തന്നെ കൊണ്ടിടുന്നില്ലെന്നാണ് ഹോട്ടൽ അധികാരികൾ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഓടകളെല്ലാം പുനർക്രമീകരിച്ച് ഈ പ്രദേശവാസികൾക്ക് സ്വൈരജീവിതം നടത്തേണ്ടത് കൗൺസിലിൻ്റെയും കോർപ്പറേഷൻ്റെയും മേയറുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അത്തരം ഉത്തരവാദിത്തം അവർ നടപ്പിലാക്കട്ടെ എത്രയും പെട്ടെന്ന്. കർമ്മ ന്യൂസ് രാമഭദ്രൻ.